തൃശ്ശൂർ കല്യാണത്തിൻ്റെ ഡേ 2 ആട്ടെന്ന് രാവിലെ തന്നെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് തന്നു എത്തു. എൻ്റെ മാല പൊട്ടിച്ചിട്ടുണ്ടായിന്. വൈദ്യുതടുന്നോ ഫെവിക്വിക്ക് വാങ്ങിയത് ഒട്ടിച്ചു വന്നു. അങ്ങനെ നമ്മൾ വളരെ നേരത്തെ പള്ളിയിലെത്തി. കല്യാണം കഴിഞ്ഞതേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എന്തോ കുമ്പസരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അൽത്താരയിൽ. അങ്ങനെ കുമ്പസാരൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് അടിയുടെ സെക്ഷനിലെത്തി. അതാണല്ലോ മെയിൻ. BMW പൈസക്കാരനാ. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വത്തക്ക ജ്യൂസ് ഉണ്ടായിന്, മുന്തിരി ജ്യൂസ് ഉണ്ടായിന്, മാങ്ങ ജ്യൂസ് ഉണ്ടായിന്, കട്ട്ലറ്റ് ഉണ്ടായിന്, ലോലിപോപ്പ് ഉണ്ടായിന്. ഇതൊക്കെ കൂട്ടി നമ്മൾ തട്ടി. അതിനുശേഷം നമ്മൾ നേരെ ഉള്ളിലേക്ക് പോയി. എന്തിനാ മെയിൻ കോഴ്സിൽ സാലഡ് ഉണ്ടായിരുന്നു, കച്ചമ്പർ ഉണ്ടായിന്, കൂർക്ക ഉപ്പേരി ഉണ്ടായിന്. ഇത് വേറെന്തോ പച്ചക്കറിയാണ്. പിന്നെ ഇടിറച്ചി ചമ്മന്തി. പിന്നെന്താ ഉണ്ടായേ, അതും വേറെ ഫ്രൂട്ട്സ് എന്തോ ആയിരുന്നു, അതും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. പിന്നെ ഇതാണ് ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ. പിന്നെ മെയിൻ കോഴ്സിൽ റുമാലി റൊട്ടി, വെള്ളയപ്പം, താറാവ്, മട്ടൻ, പോർക്ക്, പിന്നെന്താ ചിക്കൻ കൊണ്ടാട്ടോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് എന്താ, നെയ്ച്ചോറാണ്. നെയ്ച്ചോറ് എടുത്തു ഞാൻ, ചിക്കൻ കൊണ്ടാട്ടോ എടുത്തു, റുമാലി റൊട്ടി എടുത്തു. പോർക്ക് എടുത്തില്ല, മട്ടൻ എടുത്തില്ല. കാരണം നമുക്ക് പോർക്ക് അലർജിയാണ്, മട്ടനും അലർജിയാണ്. രണ്ടും കഴിക്കാൻ പറ്റില്ല, രണ്ടും എടുത്തിട്ടില്ല. അതിനുശേഷം നമ്മൾക്ക് ഉണ്ടായത് എന്താ, ഞാൻ മെയിനായി വെയിറ്റ് ചെയ്തത്, ഞാൻ നവീൻ്റെ അടുത്ത് ചോദിച്ചത് കല്യാണത്തിന് വന്നാൽ അങ്കമാലി കറി കിട്ടുമോ എന്നാണ് ചോദിച്ചത്. അങ്കമാലി മാങ്ങാക്കറി. അങ്ങനെ ഞാൻ പറഞ്ഞുണ്ടാക്കിയതാണ് മെനുവിലേക്ക് അങ്കമാലി മാങ്ങാക്കറി. അങ്കമാലി മാങ്ങാക്കറി ഉണ്ടായിരുന്നു, ഫിഷ് വറ്റിച്ചതും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം എടുത്തു. നല്ല അടിപൊളി സ്പ്രെഡായിരുന്നു. അതിനുശേഷം നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലത്തെ ഫുഡ് ഭയങ്കര ഷോക്കായിരുന്നു. നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നും, നീ ഫുഡ് കഴിക്കാനാണോ കല്യാണത്തിന് പോയത്? അതൊരു സത്യമാണെങ്കിൽ കൂടിയും നമ്മളങ്ങനെ പറയരുതല്ലോ. അങ്ങനെ ഫുഡ് കഴിഞ്ഞു, റിട്ടേൺ ഗിഫ്റ്റ് കിട്ടി. പുഡിങ് ഉണ്ടായിരുന്നു കേട്ടോ, ഇളനീർ പുഡിങ്ങും ഐസ്ക്രീം. അത് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ നേരെ കാഞ്ഞങ്ങാടേക്ക് പുറപ്പെട്ടു. ഇടയ്ക്ക് ഉറക്കുന്ന ഇത്തു എണീറ്റിട്ട് പറഞ്ഞു, അമ്മേ ആകാശത്ത് ഒരു ആടിനെ ഡൈനോസർ തിന്നുന്ന്. ഞാൻ വെറുതെ ആകാശത്ത് നോക്കിയപ്പോൾ എനിക്കൊരു ഡൈനോസറിനെ പോലെ തോന്നി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ അവിടെ നിന്ന് നമ്മളൊരു ഉച്ചരായി വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കോഴിക്കോടെത്തിയപ്പോൾ ഭയങ്കര ക്ഷീണം. അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ചൂടുകടയിലേക്ക് എത്തി. ചൂടുകടയിലെത്തിയപ്പം അവിടുത്തെ സ്പ്രെഡും അതിമനോഹരമായിരുന്നു ഗൈസ്. അങ്ങനെ നമുക്ക് എന്താ സെലക്ട് ചെയ്യേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ കൺഫ്യൂഷനെല്ലാം മാറ്റി വെച്ച് നമ്മളൊരു 3 സാധനം സെലക്ട് ചെയ്തിട്ടുണ്ട്. 2 കാപ്പി 2 ചായയും പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ്റെ അടുത്ത്. ചേട്ടൻ അത് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു സാധനം ചില്ലി കപ്പയായിരുന്നു. ചില്ലി കപ്പ ഭയങ്കര യമ്മി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊക്കെ എൻ്റെ എക്സ്പ്രഷന് കാണാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോർക്കിൻ്റെ അല്ല, ബീഫ് ബിരിയാണി, ബീഫ് കപ്പ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഒരു കായപ്പോള അങ്ങനത്തെ എന്തോ സംതിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കായപ്പോള ഭയങ്കര ഷോക്കായിരുന്നു. പഴം ഭയങ്കര എന്തോ ഒരു ടേസ്റ്റ്. നമുക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഒന്നും കഴിച്ചാൽ ചിലപ്പോൾ വാൾ വെക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളത് കഴിച്ചില്ല. ഇതാണ് ബില്ല്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് നിന്ന് നേരെ വണ്ടി വിട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് കണ്ണൂർ വരെ ഇറക്കണമല്ലോ. പക്ഷെ ഭയങ്കര ടയറിങ് ആയിരുന്നു കേട്ടോ. നമ്മൾ പോയപ്പോൾ ഉള്ളൊരു ആവേശമൊന്നും നമുക്ക് തിരിച്ചു വരുന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കോഴിക്കോട് കഴിഞ്ഞു, കണ്ണൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തുവിന് ചെറിയൊരു വൊമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ വന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വണ്ടി നിർത്തി. അവസാനം നമ്മൾ കാസർഗോഡ് എത്തി. കാസർഗോഡ് എത്തുമ്പോഴത്തേക്കും കിളി പോയിട്ടുണ്ടായിരുന്നു. നാളെ ഓഫീസിൽ പോകണമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്താ, നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാട്ടോ ഫോട്ടോസ്. ബൈ.